ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സ്റ്റെബിലൈസറിനെ കുറിച്ചാണ്. നമ്മുടെ എ സിക്ക് വേണ്ട സ്റ്റെബിലൈസറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇതുപോലെ നമുക്ക് കമന്റ്സും സംഭവമായിട്ട് വരാറുണ്ട്. നമുക്ക് എ സിക്ക് സ്റ്റെബിലൈസർ വേണോ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ചില എ സികളിൽ നമുക്കിപ്പോൾ സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റെബിലൈസർ നമ്മുടെ എ സിയുമ്പോൾ തന്നെ സ്റ്റിക്കറും സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ സ്റ്റെബിലൈസർ വെക്കേണ്ട ആവശ്യമില്ല, അതിൽ സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് നിങ്ങൾ എ സിയിൽ മാത്രമല്ല കേട്ടോ, മുമ്പ് നമ്മൾ ഈ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഇറങ്ങിയ സമയത്തും അതുമേയും ചില ഡിവൈസമ്മയൊക്കെ നമുക്കിത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ രണ്ട് എ സി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന ആ ബ്രാൻഡ് എ സികളാണ്. അതുപോലെ തന്നെ എ സി ആ ബ്രാൻഡിന്റെ എ സി മാത്രം സ്റ്റെബിലൈസർ മാത്രമല്ല, നമ്മുടെ എൻ്റെ ഇൻവെർട്ടറും ആ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അതിന് മുമ്പ് നമ്മുടെ രണ്ട് ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, ഫിലിം ന്യൂസ് ഒക്കെ ഇടാൻ പോകുന്നത് എല്ലാം ഇടുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലിങ്ക് കാലക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ ഇപ്പം നമ്മൾ ഏത് ഇലക്ട്രോണിക്കൽ ഡിവൈസ് ആയിക്കോട്ടെ, അത് എ സി മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ സീസണിൽ ഇപ്പോൾ എ സി ഭയങ്കരമായിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണല്ലോ. ഇപ്പോൾ എ സിയുടെ സെല്ലിംഗ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബ്രാൻഡുകളുടെ എ സി ഒക്കെ സെയിൽ ഔട്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ ഷോപ്പിൽ പോയാലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, എ സി വാങ്ങിക്കുമ്പോൾ കുറേ പേര് സ്റ്റെബിലൈസർ വാങ്ങിക്കാറില്ല എൻ്റെ കൂടെ. അപ്പോൾ സ്റ്റെബിലൈസറിന്റെ നിങ്ങൾക്കറിയായിരിക്കും സ്റ്റെബിലൈസർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് വരുന്ന വോൾട്ടേജ് ഒന്നും സ്റ്റേബിൾ അല്ല. ചില സമയത്ത് ഹൈ വോൾട്ടേജ് വരുന്നുണ്ട്, ചില സമയത്ത് ഭയങ്കര ലോ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് നമ്മുടെ ഇലക്ട്രോണിക്കൽ ഡിവൈസ് ഡാമേജ് ആവും. അത് എന്തെങ്കിലും ഒരു നോർമലി ബോർഡിനാണ് എഫക്ട് ചെയ്യുക. ബോർഡ്, അതിന്റെ ബാക്കിയുള്ള കപ്പാസിറ്റേഴ്സ്, അങ്ങനത്തെ കുറെ പാർട്സിനെ ഇത് എഫക്ട് ചെയ്തിട്ട് അത് അടിച്ചു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇടിവെട്ടൊക്കെ വരുമ്പോൾ എന്തുണ്ടാവണേ, ഹൈ വോൾട്ടേജ് കയറി വരില്ല, അപ്പോഴാണ് ഈ കത്തിപ്പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിനൊക്കെ ഹൈ വോൾട്ടേജ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് തന്നെ ഇന്നലെ എൻ്റെ ഇവിടെ ഒരു 1 അവർ ഭയങ്കര ലോ വോൾട്ടേജ് ആയിരുന്നു. ആ സമയത്ത് എ സി കിട്ടണമെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസറില്ലെങ്കിൽ ചില സമയത്ത് എ സി കംപ്ലൈന്റ് വരാം, ബോർഡ് കംപ്ലൈന്റ് വരാം. അങ്ങനത്തെ ഞാൻ ഇവിടെ എല്ലാ ഡിവൈസിനും ഞാൻ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ അടക്കം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, TV-ക്ക് ഉപയോഗിക്കുന്നുണ്ട്, എ സിക്ക് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ 3 AC ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല നമുക്ക്. ഇവിടെ എൻ്റെ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വലിയ വോൾട്ടേജ് പ്രോബ്ലം ഒന്നും ഇല്ല. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വോൾട്ടേജിൻ്റെ ലോ വോൾട്ടേജ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. അത് ഇടയ്ക്ക് സഡൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് പെട്ടെന്നാണ് കയറി വരിക. അപ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ പാർട്സും സംഭവങ്ങളൊക്കെ അടിച്ചു പോവാം. നോർമലി PCB ബോർഡൊക്കെ അടിച്ചു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ PCB വാറണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് ഇതുപോലെ ഹൈ വോൾട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പോയി കഴിഞ്ഞാൽ അത് വാറണ്ടിയിൽ ചിലപ്പോൾ കവർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു സ്റ്റെബിലൈസർ ഉപയോഗിക്കുക തന്നെയാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2500 രൂപ വരുള്ളൂ. നമ്മുടെ ഡിവൈസിന്റെ എന്താ പറയാ, നിങ്ങളൊരു 40,000 കൊടുത്ത് ഒരു AC വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ 2,000 കൂടി കൊടുത്ത് ഒരു സ്റ്റെബിലൈസർ വാങ്ങിക്കുകയായിരിക്കും നിങ്ങളുടെ AC-ക്ക് നല്ലത്. എന്നുവെച്ചാൽ നമുക്ക് അത് ആ 40,000 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റെബിലൈസറിന്റെ പ്രൈസ് അത്ര കുറവാണ്. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ കുറെ V-ഗാർഡിന്റെ കുറെ AC കളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കുറെ 5,000 രൂപ 6,000 രൂപയ്ക്ക് AC ഒക്കെ ഉണ്ട്, അതൊന്നും ആവശ്യമില്ല. V-ഗാർഡിന് ഒന്നാമത് പൈസ ഭയങ്കര ലോ ക്വാളിറ്റി AC ആണ്, പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നത്. ഇപ്പൊ ഞാൻ ആക്ച്വലി ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ AC-ക്ക് V-ഗാർഡിന്റെ ആയിരുന്നു. അത് ശരിക്കും 1 ഇയർ പോലും ആയില്ല, അപ്പോഴേക്ക് സാധനം അടിച്ചു പോയി കംപ്ലൈന്റ് ആയി. അപ്പോൾ അങ്ങനെ കുറെ V-ഗാർഡിന് പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഇല്ല, ഇപ്പൊ പേര് മാത്രമല്ലോട്ടാ. അപ്പൊ ഞാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന 2 AC ബ്രാൻഡുകളാണ്. മെയിനായിട്ട് ഒരെണ്ണമാണ് ഞാൻ പറയുന്നത്, മൈക്രോടെക്കിന്റെ AC സ്റ്റെബിലൈസറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ AC എന്ന് പറയുന്നത് സ്റ്റെബിലൈസറിന്റെ ബ്രാൻഡുകൾ നമ്മൾ പറയുന്നത്. മൈക്രോടെക്കിന് സ്റ്റെബിലൈസർ മാത്രമല്ല, നമുക്ക് സോളാർ പവർ, എന്താ പറയുക, എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ എന്താ പറയുക ഇൻവേർട്ടേഴ്സ്. ഞാൻ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 5-6 കൊല്ലമായിട്ട് മൈക്രോടെക്കിന്റെ എന്താ പറയുക ഇൻവേർട്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ എൻ്റെ AC-ക്കും ഞാൻ ഉപയോഗിക്കുന്നത് മൈക്രോടെക്കിനാണ്. വീട്ടിലത്തെ 2 AC-ക്കും ഉപയോഗിക്കുന്നത് ഒരെണ്ണം നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ടാസിന്റെ സ്റ്റെബിലൈസറാണ്, 2 എണ്ണം മൈക്രോടെക്കിന്റെ ആണ് കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല. മൈക്രോടെക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബ്രാൻഡാണ്, സംഭവം ചൈനീസ് ബ്രാൻഡാണ്, പക്ഷെ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലോ പ്രൈസിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി എൻ്റെ മൈക്രോടെക്കിന്റെ സാധനം വാങ്ങിച്ച ആമസോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മൈക്രോടെക്കിന്റെ ഇഷ്ടം പോലെ മോഡൽസ് അവൈലബിൾ ആണ്. നമുക്ക് 1.5 ടൺ വരെയുള്ള AC-കൾക്ക് നമുക്ക് മൈക്രോടെക്കിന്റെ EM4170 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതിന് നമുക്ക് ഓൾമോസ്റ്റ് 1,900 രൂപയ്ക്കുള്ളൂ. ഇതാണ് ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് മൈക്രോടെക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് വോൾട്ടാസിന്റെ സ്റ്റെബിലൈസർ. പക്ഷെ അത് റേറ്റ് കുറച്ച് കൂടുതലാണ്, വികാറിനെ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ മോണിറ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അതൊക്കെ ഓൺലൈൻ ബ്രാൻഡുകളാണ്. മോണിറ്റർ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പിന്നെ കുറെ സംഭവമുണ്ട്. എവറസ്റ്റും വലിയ കുഴപ്പമില്ലാതെ ലുക്കൊന്നും ഉണ്ടാവില്ല എവറസ്റ്റിനും ഇതിനൊന്നും. അതാണ് കുഴപ്പം. എവറസ്റ്റ് ഒന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. നെക്സ്ട്രോൺ, ഇതൊക്കെ നമുക്ക് ചീപ്പ് പ്രൈസിന് അത്യാവശ്യം നല്ല വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ തരുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് മൈക്രോടെക് ആണ്. നിങ്ങൾക്ക് അത് താല്പര്യമില്ല അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് പോയാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഒരു 4-5 സ്റ്റെബിലൈസറിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് വാങ്ങിക്കാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റെബിലൈസർ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. നമുക്കറിയാം ഇപ്പോഴത്തെ എ സികളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചില എ സികളിൽ നമുക്ക് സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് ആ എ സിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാവുന്ന കപ്പാസിറ്ററും പാർട്സും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒരു എക്സ്റ്റേണൽ സ്റ്റെബിലൈസർ റെക്കമെൻഡ് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം എ സിയുടെ ഉള്ളിലത്തെ പാർട്സുകൾ അടിച്ചു പോയി കഴിഞ്ഞാൽ അതിനായിട്ടും എക്സ്പെൻസീവ് ഭയങ്കര കുറവായിരിക്കും ഒരു സ്റ്റെബിലൈസർ അടിച്ചു പോയി കഴിഞ്ഞാൽ. അത് നന്നാക്കാനായിക്കോട്ടെ, ആ ഒരു വാറണ്ടിയിലാണെങ്കിൽ അത് റീപ്ലേസ്മെന്റ് ആയിക്കോട്ടെ. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു എ സി ഇത് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഒരു സ്റ്റെബിലൈസർ വാങ്ങിക്കുമ്പോൾ, എ സി മാത്രമല്ല എന്ത് ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുമ്പോൾ വയ്ക്കുമ്പോൾ, അപ്ലയൻസസ് ഉപയോഗിക്കുമ്പോൾ ഒരു സ്റ്റെബിലൈസർ വാങ്ങിച്ചു വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ വോൾട്ടേജ് തീരെ സ്റ്റേബിൾ അല്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു സ്റ്റെബിലൈസർ എന്തായാലും നിങ്ങൾക്ക് അത് ഉപയോഗമായിരിക്കും. നിങ്ങളിപ്പോൾ പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മിക്ക കടക്കാരും ഇത് ആക്ച്വലി റെക്കമെൻഡ് ഒക്കെ ചെയ്യാറുണ്ട്. കടക്കാരും നിങ്ങൾ പോട്ടെ, അത് ചിലപ്പോൾ കമ്മീഷൻ കടാനൊക്കെ റെക്കമെൻഡ് ചെയ്യും. പ്രത്യേകിച്ച് എല്ലാ കടയിലും വി കാർഡായിരിക്കും, വേറെ ബ്രാൻഡുകളൊന്നും ഉണ്ടാവില്ല. അവർ ഭയങ്കര കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ റേറ്റ് കുറഞ്ഞിട്ട് ഏതാ കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റെബിലൈസർ ഒന്നും നമുക്ക് ഇൻസ്റ്റാളേഷനും സംഭവം ആളൊന്നും വേണ്ട. നിങ്ങൾക്ക് സുഖമായിട്ട് ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ഓൺലൈൻ എവിടെയെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ എ സി നിങ്ങൾക്ക് എവിടെ നിന്നാണോ ചീപ്പായിട്ട് നല്ല ഡീലിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാങ്ങിക്കാം. ഞാൻ എന്തായാലും മുമ്പത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ ആമസോണിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയല്ല നമുക്ക് ഈ സ്റ്റെബിലൈസർ ഒക്കെ നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പ്ലഗ് കണ്ടിട്ട് മാത്രം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അപ്പോൾ അത് നമുക്ക് വേറെ ഇപ്പോൾ ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഇൻസ്റ്റാളേഷൻ സംഭവമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഡെലിവറി ഒക്കെ ആമസോണിൽ ഞാൻ കണ്ടു. മൈക്രോടെക്കിന് അത്യാവശ്യം ഇപ്പോൾ കുറേ മോഡൽസ് മൈക്രോടെക് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലുക്കുള്ള മോഡൽസ് വന്നിട്ടുണ്ട്. ഞാനുള്ളപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, ആ മോഡലിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ വേറെ കുറച്ച് ഡിസൈൻസ് ഉള്ള മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്, കളർ വേരിയൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി നോക്കാട്ടോ. അപ്പോൾ ഇതൊന്ന് പറയാനാ വന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറേ കമൻസ് ഇതുപോലെ വരുന്നുണ്ട്, സ്റ്റെബിലൈസർ വേണോ വെച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാൻ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം, ബൈ.